എന്തല്ല ചങ്ങായിമാരെ, സുഖമല്ലേ? ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. അതിൽ വന്നൊരു കമൻ്റാണിത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇന്ന് നമ്മുടെ കേരളത്തിൽ വെള്ളിയാഴ്ച ദിവസം ജുമായക്ക് എല്ലാവരും പള്ളിയിൽ പോയപ്പോൾ നടന്ന ഒരു കളവ്, ആ വീഡിയോ ഒന്ന് കാണാം. പാക്കച്ചറിൻ്റെ അടുത്ത ഹംസാക്കാൻ്റെ കരിങ്ങപ്പാറ സമീറിൻ്റെ റഷീദിൻ്റെ ഒക്കെ വീടിൽ ജുമാൻ്റെ സമയത്തൊരു സ്ത്രീൻ്റെ വേഷം കെട്ടിയിട്ട് ഒരാൾ വന്നിട്ട് മാല പൊട്ടിച്ച് പോയിട്ടുണ്ട്. ആധാറും മറ്റേ എന്യൂമറേഷൻ ഫോമൊക്കെ ചോദിച്ചിക്കാണ്ട് ആൾ വീട്ടിൽ കയറിയതാണ് സാധനം എടുക്കാൻ വേണ്ടിയിട്ട് താത്ത അവരമ്മ. അപ്പോൾ പള്ളീൻ്റെ സമയത്ത് മാല പൊട്ടിച്ചാണ്ട് ഓടിച്ചു. ഒരു പെൺവേഷം കെട്ടിയ ഒരാളാണ്. അപ്പോൾ ചകിരിപ്പാറ പൂളമംഗലം ഈ ഭാഗത്ത് ഏതെങ്കിലും വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അറിയിക്കുക കേട്ടോ. ഓക്കെ, നിങ്ങൾ കണ്ടില്ല വീഡിയോസ്? ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഈ സഹോദരി ഇവർ പറഞ്ഞതുപോലെ തന്നെയാണ്. എന്തെന്നറിയാം, എല്ലാം പോയതിന് ശേഷം നമ്മൾ കരഞ്ഞിട്ടും പോലീസുകാരെ വിളിച്ചിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവർ നാട്ടുകാർ കൂടിയതിനെ കൊണ്ടൊന്നും കാര്യമില്ല. പോയത് തന്നെയാണ്. ആളെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മളത് നഷ്ടപ്പെട്ട തന്നെയാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാവരോടും വീണ്ടും ഞാൻ പറയാണ്, നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. നിങ്ങൾ പല ആൾക്കാരും പല കോലത്തിലും പല വേഷത്തിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്ത ആരാണെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഫ്രണ്ട് ഡോർ തുറക്കണം എന്നില്ല. ആ ജനൽ തുറന്നിട്ട് നോക്കുക ആരാണ്, എന്താണ് ആവശ്യം. നിങ്ങൾക്ക് എന്താ ആവശ്യമുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് കൂടി കൊടുത്താൽ മതിയല്ലോ. ഇപ്പം ഇവിടെ തന്നെ ബോട്ടിൻ്റെ ആധാർ കാർഡ് ചോദിച്ചിട്ടും പേപ്പർ ചോദിച്ചിട്ടും ഒക്കെ വരുമ്പോഴും ആളില്ലാത്ത സമയത്ത് എന്തിനാണ് നിങ്ങൾ ഡോർ തുറക്കുന്നത്? ഡോർ തുറക്കേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾ ആ ജനലൊന്ന് തുറക്കുക, ജനലിൻ്റെ ഉള്ളിലേക്ക് കൂടി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം നോക്കണം, കയ്യിൽ സ്വർണത്തിൻ്റെ വളയുണ്ടോ നോക്കണം. അതുണ്ടെങ്കിൽ പിന്നെ കൈ ചിലപ്പോൾ ഉണ്ടാവില്ല. അതും പറഞ്ഞുതരാം. എല്ലാം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാനാണ് നിങ്ങളോട് വീണ്ടും പറയുന്നത്. പല കോലത്തിലും പല വേഷത്തിലുമാണ് ആൾക്കാർ വരുന്നത് അല്ലേ? എന്നാലും ഞങ്ങൾ പഠിക്കൂല. ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. എല്ലാവരോടും സ്നേഹം മാത്രം.